ആക്ച്വലി ചേട്ടാ നസീർ സാറിന്റെ കൂടെ ചെയ്ത ഇപ്പത്തെ ജനറേഷൻ അഖിലിന് കൂടെ വർക്ക് ചെയ്തു. ഈ ലേറ്റസ്റ്റ് ജനറേഷൻ ലേറ്റസ്റ്റ് മൂവി ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേട്ടാ? നസീർ സാർ തുടങ്ങി ചേട്ടൻ ആ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് വിൻസെന്റ് മാസ്റ്റർ, കെ സേതുമാധവൻ, എം കൃഷ്ണൻ നായർ തുടങ്ങിയ ഡയറക്ടർമാരായിരുന്നു. അതായത് അവരുടെ അപ്രോച്ച് വേറെയാണ്, ഇന്നത്തെ അപ്രോച്ച് അല്ല. കാരണം അന്നുണ്ടായിരുന്നത് പറയാൻ ഒരുപാട് കഥ പറയണം, 1.5 ദിവസം ഇരുന്നാൽ തിരിയല്ല. അതായത് ഇത് സത്യമായിട്ട് സംഭവം പറഞ്ഞുതരാം. അതായത് അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ മുഴുവൻ വളരെ പ്രശസ്തങ്ങളായ നോവലുകളായിരുന്നു. എന്നുവെച്ചാൽ ജനങ്ങൾ വായിച്ച് ഹൃദയസ്ഥമായിട്ടുള്ള നോവലുകളെയാണ് സിനിമ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എഴുതുന്നതൊക്കെ അതുപോലെയാണ്. അതാണ് അത്ര മനോഹരമായി. അത് ഫാമിലി സബ്ജക്റ്റൊക്കെ വരുന്നത് അത് ഇവരാണ്. കെ എസ് സേതുമാധവൻ, എം കൃഷ്ണൻ നായർ, അവരുള്ള ആളുകൾ അവരുടെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പുറത്ത് വേറെ സ്റ്റൈലുണ്ടായിരുന്നു, അത് ശശികുമാർ സാറ്, എ ബി രാജ് സാറ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ടായിരുന്നു. അവരെ നേരത്തെ പോലെ ഫൈറ്റും കോമഡി അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ സംഭവമാണ്. ഇപ്പോഴത്തെ സീൻ വെച്ചാൽ ഈ കാലം മാറിയതോടുകൂടി ഈ പുതിയ ജനറേഷനിലെ പിള്ളേർക്കൊക്കെ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് ഇത് രണ്ടും അല്ലാത്ത വേറൊരു അപ്രോച്ചായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ട് അത് ബൂസ്റ്റപ്പ് ചെയ്യും. പിന്നെ അവർ കൂടുതൽ വേറൊരു കാര്യം കൂടെ നോക്കും, ക്യാമറ, എഡിറ്റിങ്. ഈ സർവമായ എന്ന് പറഞ്ഞ പടത്തിനെ പിന്നെ ഞാൻ പുറത്തുനിന്ന് പറയുന്നത് വെച്ചാൽ ഒരു കഷ്ണം അതിനകത്ത് കണ്ടിച്ച് മാറ്റുന്നത് വേണ്ടാതെ വെക്കാനൊരു സാധനമില്ല.